ഹലോ ഗൈസ്, നാളെ ഇപ്പം എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. ഓൾക്കിപ്പോൾ എന്താ ഡെസേർട്ടായിട്ട് ഉണ്ടാക്കുന്നത് വെച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. നമുക്കാണെങ്കിൽ ഭയങ്കര സിമ്പിളും എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഐറ്റം തന്നെ വേണം. അങ്ങനെ കുറേ റെസിപ്പി നോക്കി ഒരു ഫൈനൽ റെസിപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ 4 ഭാഗം ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു സോസ് പാനിലോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 ലിറ്ററാണ് എടുക്കുന്നത്. ഒരു 10 ആക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടേ കുറയ്ക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റി ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആൻഡ് ആ സമയത്ത് നമ്മൾ അതിലോട്ട് 1 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ 1/4 കപ്പ് കണ്ടൻസർ മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തും കൂടി ആഡ് ചെയ്തിട്ട് കൈവിടാണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. കൈവിട്ടാൽ ഇനി നമ്മൾ കൈവിടാതെ തന്നെ മിക്സ് ചെയ്യുക, കാരണം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടൊരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് അതിനെ ഓഫാക്കി കൊടുത്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. മീൻ വായി ഒരു മുഞ്ചുള്ള പാത്രം എടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിനെ അങ്ങനെ നിരത്തിയിട്ട് വെക്കുക. എഞ്ചിന് മേലെ കൂടി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റർഡ് ക്രീം ആഡ് ചെയ്തിട്ട് ഒന്ന് ഫില്ലാക്കി കൊടുക്കുക കേട്ടോ. ഗ്യാപ്പിലാണ് തന്നെ ബ്രെഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റർഡ് ക്രീം ഇതിൻ്റെ ടോപ്പിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഇതിനൊന്ന് മാറ്റി വെക്കാം. ആ സമയത്ത് ഒരു ബൗളിലോട്ട് ഒരു 1 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മധുരത്തിന് ആവശ്യത്തിന് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിലൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എവിടെയും ഗ്യാപ്പില്ലാണ്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കാം. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഒരു മൊഞ്ചർ കിട്ടില്ലല്ലോ, വഴിയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റോ നട്ട്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. എന്ത് ആഡ് ചെയ്താലും ടേസ്റ്റേ കൂടുതൽ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ മേലെ കൂടി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അറബിക് പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അല്ല, ഇനിയിപ്പോൾ അറബിക്കാണോ അറേബ്യനാണോ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമ്മൾ 4 ആംഗിളിൽ നിന്ന് വീഡിയോ എടുക്കുക. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം എൻ്റെ മൊഞ്ചൊക്കെ നോക്കി നിന്നു. ഇനി നമ്മൾ നേരെ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുക കേട്ടോ. എന്നിട്ടൊരു 2 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈമിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ടെന്താ ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്യുക, അതുപോലെ തന്നെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ കേട്ടോ. ആ ക്രീം അതിൻ്റെ ടോപ്പിലൊക്കെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ ഒരു കസ്റ്റർഡ് ക്രീമിൽ സോക്കായിട്ടുള്ള ബ്രെഡും പിന്നെ ക്രീമെല്ലാം വരുമ്പോഴേക്കും അടിപൊളി ടേസ്റ്റ് ആണ്. ട്രസ്റ്റ് മീ ഗൈസ്, എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വന്നവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.